രണ്ടു പേർക്ക് നിപ സ്ഥിരീകരിച്ചതോടെ പാലക്കാടും മലപ്പുറത്തും കോഴിക്കോടും അതീവ ജാഗ്രത. 300-ലധികം പേരാണ് സമ്പർക്ക പട്ടികയിലുള്ളത്. മലപ്പുറത്ത് 4 പഞ്ചായത്തുകളിലെ 20ഓളം വാർഡുകൾ കണ്ടെയ്ൻമെന്റ് സോണാക്കി. കൺട്രോൾ റൂമുകളും പ്രവർത്തനം തുടങ്ങി. സംസ്ഥാനത്ത് വീണ്ടും നിപ സ്ഥിരീകരിച്ചതോടെ അതീവ ജാഗ്രതയിലാണ് ആരോഗ്യവകുപ്പ്. പാലക്കാട് രോഗം ബാധിച്ച യുവതി ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ തുടരുകയാണ്. ഇതുവരെ 300-ലേറെ പേരുടെ സമ്പർക്ക പട്ടികയാണ് തയ്യാറാക്കിയത്. മലപ്പുറത്ത് 211, പാലക്കാട് 91, കോഴിക്കോട് 43 പേരുമാണ് സമ്പർക്ക പട്ടികയിലുള്ളത്. മലപ്പുറത്ത് രോഗം ബാധിച്ചു മരിച്ച പെൺകുട്ടിയുടെ സമ്പർക്ക പട്ടികയിൽ ഉള്ളതിലേറെയും ആരോഗ്യ പ്രവർത്തകരാണ്. കൂടുതൽ പേർ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെടാൻ സാധ്യതയുണ്ടെന്നാണ് ആരോഗ്യവകുപ്പിന്റെ കണ്ടെത്തൽ. സ്ഥിതി വിലയിരുത്താൻ ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നു. കണ്ടെയ്ൻമെന്റ് സോണുകളിൽ അതീവ ജാഗ്രത പാലിക്കണമെന്നാണ് നിർദ്ദേശം. രോഗം ബാധിച്ച 2 പേർക്കും ആദ്യം സാരമായ നിപ ലക്ഷണങ്ങൾ കാണിച്ചിരുന്നില്ല. 2 മാസത്തിനിടെ രോഗം ആർക്കെങ്കിലും ബാധിച്ചിരുന്നോ എന്നും പരിശോധന നടത്തും. രോഗമുറവിടം കണ്ടെത്താൻ സർവേ നടത്തും. വിപുലമായ സമ്പർക്ക പട്ടികയും തയ്യാറാക്കും. ന്യൂസ് 18 കോഴിക്കോട്. നിപ വന്നവരെല്ലാം മരിച്ചുവന്ന യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വ്യാജ ആരോപണം തള്ളി രമേശ് ചെന്നിത്തല. നിപ ബാധിച്ചവരെല്ലാം മരിച്ചിട്ടില്ല. നിപയെ എല്ലാവരും ചെറുത്ത് തോൽപ്പിക്കുകയാണ് വേണ്ടത്. നിപ അടക്കമുള്ള രോഗങ്ങൾ തിരിച്ചു വരുന്നതിന് കാരണം ആരോഗ്യവകുപ്പാണെന്നും ചെന്നിത്തല വിമർശിച്ചു. നിപയിൽ നിന്ന് എനിക്കറിയില്ല അദ്ദേഹം എന്താ പറഞ്ഞതെന്ന്. നിപയെ നമ്മളെല്ലാവരും കൂടി ചേർത്ത് തോൽപ്പിക്കുകയാണ് വേണ്ടത്. ഇപ്പൊ പല സ്ഥലത്ത് വീണ്ടും പ്രത്യക്ഷപ്പെടുന്നുവെന്ന് കേൾക്കുന്നുണ്ട്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, കേരളത്തിൽ നിന്ന് നമ്മൾ ഓടിച്ചു വിട്ട പല രോഗങ്ങളും ഇപ്പൊ തിരികെ വരികയാണ്. കേരള മോഡൽ എന്ന് പറഞ്ഞ് നമ്മൾ അഭിമാനിച്ചത് വിദ്യാഭ്യാസ രംഗത്തെയും ആരോഗ്യ രംഗത്തെയും കണ്ടുകൊണ്ടാണ്. പല രോഗങ്ങളും തിരിച്ചു വരികയാണ്. അതെല്ലാം ആരോഗ്യവകുപ്പിന്റെ കെടുകാര്യസ്ഥതയുടെ ഉദാഹരണമാണ്. കഴിഞ്ഞ 10 വർഷക്കാലം കേരളത്തിലെ ആരോഗ്യ രംഗത്തെ തകർത്ത് തരിപ്പണമാക്കി അഴിമതിയുടെയും കൊള്ളയുടെയും കേന്ദ്രമാക്കി മാറ്റിയത് ഈ ഗവൺമെന്റാണ്. മെഡിക്കൽ സർവീസ് കോർപ്പറേഷനിലെ പർച്ചേസുകളെ സംബന്ധിച്ച് ഒരു അന്വേഷണം ഏറ്റവും അടിയന്തരമായി ഉണ്ടാകണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നു. CNDIGയുടെ റിപ്പോർട്ടിൽ പറഞ്ഞ കാര്യങ്ങൾ കൂടി അന്വേഷണ വിധേയമാക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പൊ ഈ കോട്ടയത്ത് ഈ കെട്ടിടം ഇടിഞ്ഞു വീണതുപോലെ ഈ സർക്കാരും വൈകാതെ ഇടിഞ്ഞു വീഴും, സംശയം വേണ്ട.